വെൽക്കം ടു ആദിസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജോഗ്രഫി പാർട്ടിൽ സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്നും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ റെയർ ആയിട്ടുമുള്ള ഫാക്ട്സാണ് പഠിക്കുന്നത്. സൂര്യൻ കേന്ദ്രമായ സൗരയൂഥം രൂപം കൊണ്ടത് ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ കേന്ദ്രമായ സൗരയൂഥം രൂപം കൊണ്ടത്. സൗരയൂഥം അതായത് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ആകാശവസ്തുക്കളും ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ ഗാലക്സിയാണ്. ക്ഷീരപഥത്തിൽ നിന്നും എത്ര അകലെയാണ് സൂര്യൻ്റെ സ്ഥാനം? 30,000 പ്രകാശ വർഷങ്ങൾ അകലെയാണ് ക്ഷീരപഥത്തിൽ നിന്നും സൂര്യൻ്റെ സ്ഥാനം. സൗരയൂഥത്തിൻ്റെ ആരം അതായത് സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള അകലം 30 AU ആണ്. 30 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ് സൗരയൂഥത്തിൻ്റെ ആരമായിട്ട് കണക്കാക്കുന്നത്. സൗരയൂഥത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ ഡയമീറ്റർ 60 AU ആണ്. 60 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകുവാൻ ഒരു വസ്തുവിനുണ്ടാകേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് അതിൻ്റെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം എന്നത് 11.2 km/s ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 km/s. സൂര്യൻ്റെ പലായന പ്രവേഗം 618 km/s. സൗരയൂഥത്തിന് പുറത്തു കടക്കുവാൻ ആവശ്യമായ പലായന പ്രവേഗമാണ് 16.6 km/s. ഇതൊന്നും കൂടെ പറയാം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2, ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4, സൂര്യൻ്റെ പലായന പ്രവേഗം 618 km/s. സൗരയൂഥത്തിന് പുറത്ത് കടക്കാൻ ആവശ്യമായ പലായന പ്രവേഗം 16.6 km/s. അടുത്തത് സൂര്യനെക്കുറിച്ച് പഠിക്കാം. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓറിയോൺ ആം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഓറിയോൺ ആം എന്നറിയപ്പെടുന്നു. സൂര്യൻ്റെ പ്രായം 460 കോടി വർഷം. സൂര്യൻ്റെ വ്യാസം 14 ലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് സൂര്യൻ്റെ അകലം 15 കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം 15 കോടി കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്ന സഞ്ചാരപഥം ക്രാന്തിവൃത്തം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നതായി തോന്നുന്ന സഞ്ചാരപഥമാണ് ക്രാന്തിവൃത്തം. സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വെക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ. സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വെക്കാൻ വേണ്ട സമയം കോസ്മിക് ഇയർ. ഒരു കോസ്മിക് ഇയർ എന്നത് 25 കോടി വർഷങ്ങളാണ്. ഒരു കോസ്മിക് ഇയർ എന്നത് 25 കോടി വർഷങ്ങൾ. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ, രണ്ടാമത് ഹീലിയം. സൂര്യനിൽ പദാർത്ഥങ്ങൾ പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത് 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ സംയോജിച്ച് ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നതോടൊപ്പം വൻതോതിൽ ഊർജവും പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അണുസംയോജനം അതല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ എവിടെയാണ് നടക്കുന്നത്? സൂര്യൻ്റെ അകക്കാമ്പിലാണ് അണുസംയോജനം നടക്കുന്നത്. സൂര്യൻ്റെ പ്രധാന വലയങ്ങളാണ് കൊറോണ, ക്രോമോസ്ഫിയർ, ഫോട്ടോസ്ഫിയർ,
അകക്കാമ്പ്. അപ്പോൾ കൊറോണ, ക്രോമോസ്ഫിയർ, ഫോട്ടോസ്ഫിയർ, അകക്കാമ്പ് ഇവയാണ് സൂര്യൻ്റെ വലയങ്ങൾ. ഇതിൽ അകക്കാമ്പിൽ വെച്ചുമാണ് അണുസംയോജനം നടക്കുന്നത്. ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന പ്രകാശമാനമായ പാടുകൾ പ്ലേജസ് എന്നറിയപ്പെടുന്നു. ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന പ്രകാശമാനമായ പാടുകളാണ് പ്ലേജസ്. ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളി ക്രോമോസ്ഫിയർ. അപ്പോൾ ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന പ്രകാശമാനമായ പാടുകൾ പ്ലേജസും ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയാണ് ക്രോമോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് അകക്കാമ്പ്. സൂര്യഗ്രഹണ സമയത്തു മാത്രം ദൃശ്യമാകുന്ന സൂര്യൻ്റെ വലയങ്ങളാണ് ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവ. സൂര്യഗ്രഹണ സമയത്ത് മാത്രം ദൃശ്യമാകുന്ന സൂര്യൻ്റെ വലയങ്ങളാണ് ക്രോമോസ്ഫിയർ, കൊറോണ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് കൊറോണയാണ്. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് കൊറോണ. സൂര്യനിൽ നിന്നുള്ള പ്രസരണങ്ങൾ ഏറ്റവും ദുർബലമാകുന്ന പ്രതിഭാസമാണ് സൂര്യനിമ്ന പ്രതിഭാസം എന്നറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രസരണങ്ങൾ ഏറ്റവും ദുർബലമാകുന്ന പ്രതിഭാസം സൂര്യനിമ്ന പ്രതിഭാസം. അപ്പോൾ സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി കൊറോണയും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളി ഫോട്ടോസ്ഫിയറുമാണ്. സൂര്യൻ്റെ ഉപരിതല ശരാശരി താപനില 55,000 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഉപരിതല ശരാശരി താപനില 55,000 ഡിഗ്രി സെൽഷ്യസ്. സൗരപ്രതലത്തിൽ വൻ ജ്വാലകൾ ഉയർന്നു പൊങ്ങി ആർച്ച് രൂപത്തിൽ തിരിച്ചു പതിക്കുന്ന പ്രതിഭാസം സൗര പ്രോമിനൻസുകൾ, സോളാർ പ്രോമിനൻസ്. സൗരപ്രതലത്തിൽ വൻ ജ്വാലകൾ ഉയർന്നു പൊങ്ങി ആർച്ച് രൂപത്തിൽ തിരിച്ചു പതിക്കുന്ന പ്രതിഭാസമാണ് സോളാർ പ്രോമിനൻസ് എന്നറിയപ്പെടുന്നത്. സൗരകളങ്കങ്ങൾക്ക് മുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം പെട്ടെന്ന് പുറത്തു വരുമ്പോൾ സൂര്യനിൽ സംഭവിക്കുന്ന വലിയ സ്ഫോടനമാണ് സോളാർ ഫ്ലെയേഴ്സ് എന്നറിയപ്പെടുന്നത്. സൗരകളങ്കങ്ങൾക്ക് മുകളിൽ സംഭരിച്ചിരിക്കുന്ന ഊർജം പെട്ടെന്ന് പുറത്തു വരുമ്പോൾ സൂര്യനിൽ സംഭവിക്കുന്ന വലിയ സ്ഫോടനമാണ് സോളാർ ഫ്ലെയേഴ്സ്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പെക്ട്രോഗ്രാഫ്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള വാതകങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സ്പെക്ട്രോഗ്രാഫ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനി. സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനമാണ് സോളാർ ഇമ്പൾസ്. സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം സോളാർ ഇമ്പൾസ്. സൂര്യനിൽ ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളാണ് സൺ സ്പോട്സ് അല്ലെങ്കിൽ സൗരകളങ്കങ്ങൾ. സൂര്യനിൽ ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളാണ് സൗരകളങ്കങ്ങൾ അല്ലെങ്കിൽ സൺസ്പോട്സ് എന്നറിയപ്പെടുന്നത്. സൗരകളങ്കങ്ങളെ ടെലസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലിയാണ്. സൗരകളങ്കങ്ങളെ ടെലസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി. എന്താണ് സൗരക്കാറ്റ്? കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെ ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിന് പറയുന്നതാണ് സോളാർ വിൻഡ് അല്ലെങ്കിൽ സൗരക്കാറ്റ് എന്ന്. കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെ ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതാണ് സൗരക്കാറ്റ്. സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് 11 വർഷത്തിലൊരിക്കലാണ്. അപ്പം 11 വർഷം കൂടുമ്പോഴാണ് സൗരക്കാറ്റുകൾ അനുഭവപ്പെടുന്നത്. സൗരക്കാറ്റുകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലമാണ് ഭൗമകാന്തിക മണ്ഡലം. സൗരക്കാറ്റുകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലമാണ് ഭൗമകാന്തിക മണ്ഡലം. ലോകത്തിൽ ആദ്യമായി സൂര്യൻ്റെ ഭൗമാന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനം പാർക്കർ സോളാർ പ്രോബ്. ലോകത്തിലാദ്യമായി സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ബഹിരാകാശ വാഹനമാണ്
പാർക്കർ സോളാർ പ്രോബ്. 2018 ആഗസ്റ്റ് 12-നാണ് നാസ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത്. സൂര്യനെ സ്പർശിക്കുന്നതിനു വേണ്ടിയുള്ള നാസയുടെ ആദ്യ സംരംഭമാണ് പാർക്കർ സോളാർ പ്രോബ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമ സെന്റൗറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെന്റൗറി. അടുത്തത് ഗ്രഹണങ്ങൾ. ഗ്രഹണങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരികയും ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ എത്തുകയും ചെയ്ത് ചന്ദ്രനെ കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹണം. ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിലാണ്. ചന്ദ്രൻ്റെ ഗ്രഹണ തോത് അളക്കുന്ന സ്കെയിലാണ് ഡാൻജൻ സ്കെയിൽ. ചന്ദ്രൻ്റെ ഗ്രഹണ തോത് അളക്കുന്ന സ്കെയിലാണ് ഡാൻജൻ സ്കെയിൽ. പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴലിലെ ഏറ്റവും ഇരുണ്ട ഭാഗം അംബ്ര എന്നറിയപ്പെടുന്നു. ഈ മേഖലയിലേക്ക് ചന്ദ്രൻ പൂർണ്ണമായി പ്രവേശിക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നു. പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്നത് ഭൂമിയുടെ നിഴലിലെ ഏറ്റവും ഇരുണ്ട ഭാഗമാണ് അംബ്ര എന്നറിയപ്പെടുന്നത്. ഈ അംബ്ര എന്നറിയപ്പെടുന്ന മേഖലയിലേക്ക് ചന്ദ്രൻ പൂർണ്ണമായി പ്രവേശിക്കുമ്പോഴാണ് പൂർണ്ണഗ്രഹണം സംഭവിക്കുന്നത്. ഭാഗിക ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ്റെ ദൃശ്യമായ ഉപരിതലത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിയുടെ നിഴലിൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് നീങ്ങുന്നുള്ളൂ. മറുഭാഗത്തേക്ക് സൂര്യപ്രകാശം പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭാഗിക ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ്റെ ദൃശ്യമായ ഉപരിതലത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഭൂമിയുടെ നിഴലിൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് നീങ്ങുന്നുള്ളൂ. മറുഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഭാഗിക ചന്ദ്രഗ്രഹണം. അടുത്തത് പെനിംബ്രൽ ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ ഭൂമിയുടെ പെനിംബ്രയിലൂടെ അഥവാ നിഴലിൻ്റെ മങ്ങിയ പുറംഭാഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ചെറുതായി മങ്ങുന്ന പ്രതിഭാസമാണ് പെനിംബ്രൽ ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൻ്റെ മങ്ങിയ പുറംഭാഗത്തിലൂടെ, ഇത് പെനിംബ്ര എന്നറിയപ്പെടുന്നു, പെനിംബ്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രൻ ചെറുതായി മങ്ങുന്ന പ്രതിഭാസമാണ് പെനിംബ്രൽ ചന്ദ്രഗ്രഹണം. പൂർണ്ണമായും ചന്ദ്രനെ തിളക്കത്തോടെ കാണാൻ സാധിക്കുന്ന ദിവസമാണ് പൗർണമി ദിവസം. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ദൃശ്യമാകുന്നതാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് പൗർണമി. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് അമാവാസി. അതായത് ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. അതാണ് അമാവാസി എന്നറിയപ്പെടുന്നത്. പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്നതാണ് വൃദ്ധിക്ഷയങ്ങൾ. ഒരു പൂർണ്ണചന്ദ്രനെ കണ്ടു കഴിഞ്ഞ് അടുത്ത പൂർണ്ണചന്ദ്രനെ കാണുന്നതിനിടയിലുള്ള കാലയളവാണ് ഏകദേശം 29 ദിവസത്തിൽ അല്പം കൂടുതൽ. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി എന്നറിയപ്പെടുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടുന്നത് വൃദ്ധിയും, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നത് ക്ഷയമെന്നും അറിയപ്പെടുന്നു. ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിനെടുക്കുന്ന അതേ കാലയളവിലാണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത് എന്നതാണ്. അപ്പം ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിനെടുക്കുന്ന അതേ കാലയളവിലാണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത് എന്നതാണ്. നെക്സ്റ്റ്, സൂര്യഗ്രഹണം. സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞനാണ് തെയിൽസ്. സൂര്യഗ്രഹണം നടക്കുന്നത്
കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിലാണ്. സൂര്യഗ്രഹണം 3 വിധത്തിൽ പ്രകടമാകുന്നുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നാണ്. പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ പാത്ത് ഓഫ് ടോട്ടാലിറ്റി എന്നറിയപ്പെടുന്നു. വലയഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോഴാണ്. വലയഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങളാണ് ബെയ്ലീസ് ബീഡ്സ്, ഡയമണ്ട് റിങ് എന്നിവ. സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന പ്രതിഭാസങ്ങളാണ് ബെയ്ലീസ് ബീഡ്സ്, ഡയമണ്ട് റിങ്. സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതിയാണ് പ്രതിപതന രീതി. അതായത് കണ്ണാടി, സൂക്ഷ്മദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ പ്രതിഫലിപ്പിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കുന്നതാണ് പ്രതിഫലന രീതി. സൂര്യനെക്കുറിച്ചുള്ള പഠനം ഹീലിയോളജി എന്നറിയപ്പെടുന്നു. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് സെലിനോഗ്രാഫി. നെക്സ്റ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാം. പ്ലാനറ്റുകൾ. പ്ലാനറ്റ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അലഞ്ഞു തിരിയുന്നവ എന്നാണ്. സ്വയം കറങ്ങുന്നതോടൊപ്പം ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. അപ്പോൾ അലഞ്ഞു തിരിയുന്ന എന്നർത്ഥം വരുന്ന പ്ലാനറ്റ്സ് എന്ന വാക്കിൽ നിന്നാണ് പ്ലാനറ്റ് എന്ന വാക്കിനർത്ഥം അലഞ്ഞു തിരിയുന്നവ എന്നാണ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്നറിയപ്പെടുന്നത്. രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവ. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവ രാത്രികാലത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ സൂര്യനും ക്ഷുദ്രഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മേഖലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രഹങ്ങളെ അന്തർഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇന്നർ പ്ലാനറ്റ്സിൽ പെട്ട ഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ. താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ളതും ശിലകളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിതവുമായ അന്തർഗ്രഹങ്ങളെ ഭൂസമാന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൗമഗ്രഹങ്ങൾ അല്ലെങ്കിൽ ടെറിസ്റ്ററിയൽ പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൗമഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവ. ഇവ താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ളതും ശിലകളും ലോഹങ്ങളും കൊണ്ട് നിർമ്മിതവുമായിട്ടുള്ളതാണ്. അടുത്തത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം ബാഹ്യഗ്രഹങ്ങളാണ് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവ. വ്യാഴ സമാന ഗ്രഹങ്ങൾ എന്ന അർത്ഥത്തിൽ ബാഹ്യഗ്രഹങ്ങളെ ജോവിയൻ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പം ബാഹ്യഗ്രഹങ്ങളാണ് ജോവിയൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ. ഭൗമഗ്രഹങ്ങളെ അപേക്ഷിച്ച് ബാഹ്യഗ്രഹങ്ങൾ വളരെ വലുതും മുഖ്യമായും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങൾ അടങ്ങിയ കനത്ത അന്തരീക്ഷ ആവരണമുള്ളതുമാണ്. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയവയുമാണ് ബാഹ്യഗ്രഹങ്ങൾ. സാന്ദ്രത കുറഞ്ഞതും താരതമ്യേന വലിപ്പം കൂടിയതുമായ ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത് ബാഹ്യഗ്രഹങ്ങളാണ്. അന്തർഗ്രഹങ്ങൾ ഖരാവസ്ഥയിലും ബാഹ്യഗ്രഹങ്ങൾ വാതകാവസ്ഥയിലും കാണപ്പെടുന്നു. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഈ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കാം. ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ.
സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രതയേറിയതും ചൂടുള്ളതുമായ രണ്ടാമത്തെ ഗ്രഹമാണ് ബുധൻ. സൂര്യനിൽ നിന്നുള്ള ആസ്ട്രോണമിക്കൽ ദൂരം 0.4 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. റോമക്കാരുടെ സന്ദേശവാഹകൻ്റെ പേര് നൽകപ്പെട്ടിട്ടുള്ള ഗ്രഹമാണ് ബുധൻ. സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമനത്തിന് ശേഷം കുറച്ച് സമയവും ചക്രവാളത്തിനടുത്തായി കാണാൻ കഴിയുന്ന ഗ്രഹമാണ് ബുധൻ. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും റോമക്കാർ വിളിച്ചിരുന്ന ഗ്രഹമാണ് ബുധൻ. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും അറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. അച്ചുതണ്ടിന് ചെരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് ബുധൻ. ബുധനിൽ അന്തരീക്ഷത്തിൻ്റെ അഭാവത്തിനു കാരണം കുറഞ്ഞ പലായന പ്രവേഗവും അതിതീവ്രമായ താപവുമാണ്. വായുമണ്ഡലമില്ലാത്തതിനാൽ പകൽ കഠിനമായ ചൂടും രാത്രിയിൽ അതിശൈത്യവും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ബുധൻ. ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിൻ്റെ 6 ഇരട്ടിയിലധികം സൗരോർജം ലഭിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ബുധനും ശുക്രനും ഉപഗ്രഹങ്ങളില്ല. ബുധൻ്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവാണ് ഇരുമ്പ്. ബുധൻ്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തുവാണ് ഇരുമ്പ്. ബുധനെ പരീക്ഷിക്കുവാൻ അമേരിക്ക 1973 വിക്ഷേപിച്ച പേടകമാണ് മറീനർ 10. അപ്പോൾ ബുധനെ നിരീക്ഷിക്കുവാൻ അമേരിക്ക 1973 വിക്ഷേപിച്ച പേടകം മറീനർ 10. ബുധനെ നിരീക്ഷിക്കുവാൻ 2004 അമേരിക്ക വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് മെസഞ്ചർ. മെസഞ്ചർ എന്ന പേടകം ബുധൻ്റെ ഉപരിതലത്തിലിടിച്ച് തകർന്നത് 2015 ഏപ്രിൽ 30 വ്യാസൻ, വാൽമീകി, കാളിദാസൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗർത്തങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. വ്യാസൻ, വാൽമീകി, കാളിദാസൻ എന്നീ പേരുകളിൽ ഗർത്തങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ബുധനാണ്. ബുധൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും സംയുക്ത സംരംഭമാണ് ബെപ്പി കൊളംബോ. ബുധൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്താൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ജപ്പാൻ്റെ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയുടെയും സംയുക്ത സംരംഭമാണ് ബെപ്പി കൊളംബോ. ദൗത്യത്തിലെ പേടകങ്ങളാണ് മെർക്കുറി പ്ലാനറ്ററി ഓർബിറ്റർ, മെർക്കുറി മാഗ്നറ്റോസ്ഫെറിക് ഓർബിറ്റർ. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ശുക്രനാണ്. പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ശുക്രൻ. അപ്പോൾ ശുക്രനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ശുക്രൻ പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ബുധനെ നമ്മൾ പഠിച്ചു. ബുധൻ പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും അറിയപ്പെടുന്നത് ബുധനാണ്. അതേപോലെ പ്രഭാത നക്ഷത്രമെന്നും പ്രദോഷ നക്ഷത്രമെന്നും അറിയപ്പെടുന്നത് ശുക്രനാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ. ചിലപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് കിഴക്ക് ദിശയിലും ചിലപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറ് ദിശയിലും കാണപ്പെടുന്നു. ശുക്രന് ഉപഗ്രഹങ്ങളില്ല. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യൻ്റെ അരുമ എന്നറിയപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. പ്രഭാത നക്ഷത്രം പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈത്തഗോറസ് ആണ്. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണ് എന്ന് കണ്ടെത്തിയത് പൈത്തഗോറസ്. റോമക്കാരുടെ സൗന്ദര്യ ദേവതയുടെയും വസന്ത ദേവതയുടെയും പേര് നൽകപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. റോമക്കാരുടെ സൗന്ദര്യ ദേവതയുടെയും വസന്ത ദേവതയുടെയും പേര് നൽകപ്പെട്ട ഗ്രഹം ശുക്രൻ. ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ.
അപ്പം ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങൾക്ക് പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടുതലുള്ള ഗ്രഹമാണ് ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. സൂര്യനും ഭൂമിക്കുമിടയ്ക്ക് ശുക്രൻ കടന്നു വരുന്ന പ്രതിഭാസമാണ് ശുക്ര സംതരണം. ശുക്ര സംതരണം ആദ്യമായി പ്രവചിച്ചത് കെപ്ലറാണ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളമാണ് ശുക്രൻ. ശുക്രനിലെ തിളക്കത്തിനു കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ ശക്തമായി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ, 462 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രവാഹം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് മാക്സ്വെൽ മോണ്ട്. ശുക്രനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ശുക്രനിലെ വിശാലമായ പീഠഭൂമിയാണ് ലക്ഷ്മി പ്ലാനം. പരിക്രമണത്തിനേക്കാൾ ഏറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യ പേടകമാണ് മറീനർ 2. 1962 അമേരിക്ക വിക്ഷേപിച്ച പേടകമാണ് മറീനർ 2. ശുക്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം വിനേറ 7. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പേടകമാണ് വീനസ് എക്സ്പ്രസ്. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയ പേടകം വീനസ് എക്സ്പ്രസ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷനാണ് എൻവിഷൻ. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം ബാക്കി ഭാഗം, അതായത് ഭൂമി മുതലുള്ള മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.